ഇതിനകത്ത് ഏറ്റവും അധികം ഒരു കാപട്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേരള വികസന മാതൃക എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രഘോഷിക്കുന്ന, ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന, കേരളത്തെ വികസനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായി ഈ പറയുന്ന പട്ടികവർഗ വിഭാഗക്കാരോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ 40-കളിലും 50-കളിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഈ അട്ടപ്പാടി ഉൾപ്പെടെ വയനാടിലെ വനാന്തരങ്ങളിൽ ഉൾപ്പെടെയൊക്കെയാണ് വലിയ പോരാട്ടങ്ങൾക്ക് വേണ്ടി അവരെ ഈ ആദിവാസികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങളിലൂടെ ആ സമരങ്ങളിലൊക്കെ മുന്നണി നിന്നത് പുന്നപ്ര വയലാർ ആണെങ്കിലും CPM ഒക്കെ അവകാശപ്പെടുന്ന ഒരുപാട് കർഷക പോരാട്ടങ്ങൾ. പ്രൊഫസർ റോണി, ഞാൻ അതെല്ലാം അംഗീകരിക്കുന്നു, ഞാൻ അതെല്ലാം സമ്മതിക്കുന്നു, ഞാൻ യോജിക്കുന്നു താങ്കളോട്. പക്ഷേ UDF സർക്കാരിൻ്റെ കാലത്തും വനവാസികൾ നിത്യ ദുരിതത്തിലൂടെ തന്നെയല്ലേ കടന്നുപോയത് സർ? അപ്പോൾ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? കാരണം UDF ആവട്ടെ LDF ആവട്ടെ ഇവർക്ക് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥ തന്നെയല്ലേ, അതിലൊരു മാറ്റം വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞ് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ ഇവിടെ വളരെ കൃത്യമായി ഈ ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എവിടെയാണ് തുടങ്ങുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ആദിവാസികളുടെ ഇടയിലേക്ക് ആദിവാസികളുടെ പുറത്തു നിന്നുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു ചെന്നിടത്താണ് ഇവരുടെ വിഷയങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഈ അന്യാധീനപ്പെട്ട ഭൂമി, ആദിവാസി ഭൂമി വിഷയം അവരുടെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അവരുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേഖലകളിലേക്ക് ചെല്ലുന്ന ഫണ്ട് മൊത്തം എങ്ങോട്ടാ പോകുന്നറിയാമോ? ആദിവാസികളല്ലാത്ത വിഭാഗങ്ങളുടെ ഇടയിലേക്കാണ് പോകുന്നത്. റോഡുകളായിട്ടും മറ്റു പശ്ചാത്തല സൗകര്യങ്ങളായിട്ടും ഒക്കെ പോകുന്നത്. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ ഇവരെ സംരക്ഷിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മേഖലകൾ, ഇവരുടെ പ്രദേശങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് ആയി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. കാരണം ഇന്ത്യൻ പ്രസിഡന്റ് നേരിട്ടാണ് ഭരണഘടനയുടെ 5-6 ഷെഡ്യൂളുകൾ പ്രകാരം ഒരു പ്രദേശത്തെ ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി അങ്ങനെയുള്ള ഭരണഘടനാ വകുപ്പുകളൊക്കെ നിലനിൽക്കുന്ന രാജ്യത്ത് എന്തുകൊണ്ട്? കാരണം അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാൻ നമുക്ക് തയ്യാറാകുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കൊണ്ടുവന്ന വനാവകാശ നിയമം, ആ വനാവകാശ നിയമം നടപ്പാക്കുവാനായിട്ട് എന്തുകൊണ്ട് പിന്നീട് വന്ന ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ AK ആന്റണി സർക്കാരിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഈ ആദിവാസി ഭൂമി പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി കൊടുത്ത നിയമനിർമ്മാണം അതെല്ലാം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടില്ലേ? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വളരെ കൃത്യമായി ഞാനോട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കേരളത്തിന്റെ റവന്യൂ ഭൂമിയുടെ 58% ഇന്ന് കൈവശം വെച്ചിരിക്കുന്ന വൻകിട കുത്തകകളാണ്. ആ വൻകിട കുത്തകൾക്കെതിരെ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പക്ഷെ അതിനുശേഷമുള്ള പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു? അത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി ഹാരിസൺ മലയാളം ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ, കാരണം നമുക്കൊരു ഈ ആദിവാസി ഭൂമികളൊക്കെ വലിയ രീതിയിൽ കൈവശം വെച്ചിരിക്കുന്നത് ടാറ്റയെ പോലെ ഹാരിസൺ മലയാളത്തെ പോലെയുള്ള വൻകിട കുത്തകൾക്കൊക്കെ അവരുടെ ആ പ്രദേശങ്ങളിൽ ഇടുക്കിയും വയനാട്ടൊക്കെ പരിശോധിച്ചാൽ വയനാട്ടിലെ എസ്റ്റേറ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം അതിനകത്തൊക്കെ വലിയ രീതിയിലുള്ള ആദിവാസി ഭൂമിയുണ്ട്. പക്ഷെ ഈ ആദിവാസി ഭൂമികൾ പിടിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ഡോക്ടർ രാജമാണിക്യ കമ്മീഷൻ ആരാ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊണ്ടുവന്നത്. ഡോക്ടർ MG രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കൽ കമ്മീഷനെ കൊണ്ടുവന്നു. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിന് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. 44 കേസുകളാണ് ശ്രീജിത്ത് IPS അദ്ദേഹം ഈ പറയുന്ന ആദിവാസി ഭൂമി ഉൾപ്പെടെയുള്ള. പ്രൊഫസർ റോണി, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. പാലക്കാട് MP BK ശ്രീകണ്ഠൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. സർ, കേന്ദ്ര പദ്ധതികൾ പലതും ഉണ്ട്, അത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തി അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? സ്ഥലം MP അല്ലേ സർ? ആ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇതും ഇവരുടെ പരാതിയാണ്.